ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ കൊല്ലണമെങ്കിൽ കൊന്നു. പക്ഷെ മരണം ഉപേക്ഷിച്ച് ഇവിടുന്ന് പടിയിറങ്ങി പോകാൻ എന്നോട് പറയരുത്. വരുണിന്റെ ഭാര്യയായിട്ട് ഞാൻ തന്നെ ജീവിക്കാന്ന് അച്ഛൻ എനിക്ക് വാക്ക് തന്നത്. ആ വാക്ക് മറന്നുപോയ അച്ഛൻ. നിക്ക്. എന്തിനാ? എന്റെ ഭാര്യയായിട്ട് ജീവിക്കാനാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പാടില്ല. ഈ ഒരു കാര്യം ഇനി അച്ഛൻ പറഞ്ഞാലും ഞാനത് അനുസരിക്കാൻ പോകുന്നില്ല. എടാ, അച്ഛനോട് ധിക്കാരം പറയാറായോ നീ? നിന്നെ എന്താ ചെയ്യേണ്ടെന്നറിയോ? അതെ, സത്യം മുഴുവൻ അറിഞ്ഞിട്ടും അത് അറിയാത്ത പോലെ ഭാവിക്കുന്നത് നിങ്ങളൊക്കെയാ. ഇവിടെ ഞാൻ ശബ്ദം ഉയർത്തി സംസാരിച്ചില്ലെങ്കിൽ ഞാൻ മാത്രമല്ല, ഇവിടെ ഒരുപാട് പേര് തോറ്റുപോകും. അമ്മ എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇതൊന്നും അമ്മ കാണുന്നില്ലേ? നല്ലത് കണ്ട അത് അംഗീകരിക്കണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളേ. അപ്പൊ പിന്നെ എനിക്ക് വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഉണ്ടോ ഉർവശി? ഏട്ടാ, എന്ത് തീരുമാനം എടുക്കേണ്ടെന്ന് വെച്ചാൽ ഏട്ടൻ എടുത്തോളൂ. ഇവിടെ എല്ലാവരും അത് അനുസരിക്കും, ഇത്രയും കാലം അനുസരിച്ച പോലെ. പ്രിയങ്ക മോളോട് അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞേ? ഇവിടെ ആരും പറഞ്ഞ വാക്ക് തെറ്റിക്കില്ല. നീ കയറിപ്പോകത്ത് പോകാൻ. ഞാനൊരു തീരുമാനം എടുത്തതിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ റിയാക്ഷൻ എങ്കിൽ എനിക്ക് എന്റെ തീരുമാനം പറഞ്ഞേ പറ്റൂ. എന്റെയും രാധികയുടെയും ജീവിതത്തിന് പ്രിയങ്ക തടസ്സമാണെന്ന് തോന്നിയാൽ അവളെ ഞാൻ പച്ചയ്ക്ക് കൊളുത്തി കൊന്നുകളയും. നാളെ രാവിലെ വരെ ഞാൻ കാക്കും. അതിനുള്ളിൽ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു പരിഹാരം എടുത്തിട്ടില്ലെങ്കിൽ ഒന്നുകിൽ പ്രിയങ്ക അല്ലെങ്കിൽ ഞാൻ. രണ്ടിൽ ഒരാളെ ഇനി കണിമംഗലത്ത് കാണും. അച്ഛനെയും അമ്മയും മുത്തശ്ശിയെ സാക്ഷി നിർത്തിയിട്ടാ ഞാൻ ഈ കാര്യം പറയുന്നത്. എന്റെ തീരുമാനത്തില് ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ കണിമംഗലത്ത് നിന്ന് ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞാ ഈ നാട്ടിൽ നിന്ന് പോകുന്നല്ല അർത്ഥം. ഞാൻ ജീവിക്കും, ഈ നാട്ടിൽ തന്നെ ജീവിക്കും. അതെന്റെ ഭാര്യ രാധികയോടൊപ്പമായിരിക്കും.